ഐ ബിലീവ് ഓൺലി സിറാജ് സാറ് എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മാച്ച് അവസാനിക്കാൻ പോകുമ്പോൾ ഇന്ത്യൻ ഫാൻസിന് നിരാശ നൽകുന്ന ഒരു ദിവസമായി പോയനെ. പക്ഷേ സിറാജ് സാറ് പറഞ്ഞ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞാൻ ഒരുത്തനെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടേ പോകത്തുള്ളൂ. സിറാജ് സാറ് വരുന്നു, സാക് ട്രോളിയെ അറസ്റ്റ് ചെയ്തു, നമുക്ക് ഒരു വിക്കറ്റ് എടുത്തു തന്നു. സൂപ്പർ പ്രകടനം കാഴ്ചവെക്കുന്നു. നോക്കുവാണെങ്കിൽ ഇന്ത്യ സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തു. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തു. ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ സൂപ്പറുമായിരുന്നു. ഫീൽഡിംഗ് പൊസിഷൻ സൂപ്പറുമായിരുന്നു. ഇംഗ്ലണ്ടിന് ബാസ് ബോൾ കളിക്കാൻ അനുവദിച്ചില്ല. ഫീൽഡർമാരെ എല്ലാം ബൗണ്ടറിയിൽ ഇട്ടു. കവറിലൊക്കെ നോക്കുവാണെങ്കിൽ ഫീൽഡർമാരെ ഇട്ടു. റണ്ണ് കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇവിടെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. നോക്കുവാണെങ്കിൽ ക്ലൈമറ്റ് നമുക്കെതിരായിരുന്നു. സണ്ണി ആയിരുന്നു. ഒരു 2 മണിക്കൂർ നോക്കുവാണെങ്കിൽ അവസാനം സണ്ണി ആയിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ഇവർ ഹെവി റോളർ യൂസ് ചെയ്തു. ഹെവി റോളർ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പിച്ചൊന്ന് അല്പം ഹാർഡാവും. അവിടെ ബാറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ അവർ ഹെവി റോളർ യൂസ് ചെയ്തു. ക്ലൈമറ്റ് നമുക്കെതിരാകുന്നു. എന്നാൽ ഗില്ലിൻ്റെയും സിറാജിൻ്റെയും സൂപ്പർ പ്ലാൻ. അവിടെ നോക്കുകയാണെങ്കിൽ ജസ്വാളിനോട് പറയുവാണ്, നീ പോടെ ബൗണ്ടറിയിലോട്ട് പോകും. അവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു സാക് ട്രോളിക്ക്. ഷോർട്ട് ബോൾ എറിയാൻ പോകുന്നുള്ളൊരു പ്രേരണ കൊടുത്തിട്ട് യോക്കർ എറിഞ്ഞെടുത്തുകൊണ്ട് പോകുന്നു. എന്നാ സൂപ്പർ ഒരു യോക്കറായിരുന്നു സിറാജിൻ്റെ. സൂപ്പർ അൺപ്ലേബിൾ ഡെലിവറി എന്നൊക്കെ പറയത്തില്ലയോ, അതുപോലത്തെ ഒരു സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സിറാജ് സാറ്. സാക് ട്രോളിക്ക് ഒരു രീതിയിലുള്ള ക്ലൂ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കൺഫ്യൂസ് ചെയ്ത് സിറാജ് സാറ് സാക് ട്രോളിയുടെ വിക്കറ്റ് എടുത്തു. സൂപ്പർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് 50-ൽ 2 രണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്രിസ് വോക്സ് ആൾറെഡി റൂൾ ഔട്ട് ആണ്. സാക് ട്രോളിയും പോയി. സോ 2 വിക്കറ്റ് പോയി. ഇനി ഇന്ത്യക്ക് വേണ്ടത് 8 വിക്കറ്റാണ്. നാളെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലീഡ്സിലെ കൂട്ട് ഇവിടെ വന്ന് ഈ സ്കോർ ചേസ് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ലീഡ്സിൽ നോക്കുവാണെങ്കിൽ ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു. അതാണ് അവർ ഈ സ്കോർ ചേസ് ചെയ്തത്. ഈ പിച്ച് നോക്കുവാണെങ്കിൽ പവലിയനിലൂടെ എറിയുമ്പോഴത്തേന് ഇപ്പോഴും അൺഈവൻ ബൗൺസ് ആയാലും സൈഡ് വേസ് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നിക്ക് ബാക്ക് ഡെലിവറി കിട്ടുന്നുണ്ട്. സോ ഈ പിച്ച് എന്തുകൊണ്ടും ഇന്ത്യക്ക് സൂട്ടബിളായ ഒരു പിച്ചാണ്. സോ നാളെ നോക്കുവാണെങ്കിൽ അവർ ഹെവി റോളർ എടുക്കും. അല്പം അവർക്ക് ബാറ്റിങ്ങിന് പറ്റിയ ഒരു പിച്ചായിരിക്കും തുടക്കത്തിൽ. പക്ഷേ ഇന്ത്യക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ത്യക്ക് തീർച്ചയായിട്ടും നാളെ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. പിന്നെ സിറാജിനെ 7 ഓവർ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ആ ഒരു പ്ലാൻ എനിക്ക് എന്തായാലും മനസ്സിലായില്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ മേ ബി സിറാജിന് അടി കൊണ്ട് രണ്ടാമത്തെ സ്പെല്ലാണ് സിറാജ് വന്ന് വിക്കറ്റ് എടുത്തത്. അത് വെച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് നോക്കിയാൽ അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു സിറാജിന് പുതിയ ബോൾ തന്നെ കൊടുക്കേണ്ടിയിരുന്നു. സിറാജിന് അല്പം കൂടെ മുമ്പേ സ്ട്രൈക്ക് ചെയ്യാൻ കഴിഞ്ഞേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്ലാൻ വലുതായിട്ട് വർക്കായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. നമ്മൾ 370+ ടാർഗറ്റ് കൊടുത്തല്ലോ, അത് ഇംഗ്ലണ്ടിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നോക്കുവാണെങ്കിൽ നമ്മൾ 300+ ഔട്ട് ആവേണ്ട ഒരു ടീമാണ്. കാരണം ജയ്സ്വാളിൻ്റെ ക്യാച്ച് 3 വട്ടം അവിടെ കൊണ്ട് കളയുന്നു. അതുപോലെ തന്നെ ആകാശ് ദീപിൻ്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു. നോക്കിക്കേ, ജയ്സ്വാളിൻ്റെ ക്യാച്ച് 20 കൊണ്ട് കളയുന്നു, 40 കൊണ്ട് കളയുന്നു. ജയ്സ്വാൾ വന്നിട്ട് 100+ എടുക്കുന്നു. ആകാശ് ദീപിൻ്റെ ക്യാച്ച് അവിടെ കൊണ്ട് കളയുന്നു. ആകാശ് ദീപ് വന്ന് 66 റൺസ് എടുക്കുന്നു. സോ 6 ക്യാച്ചാണ് ഇംഗ്ലണ്ട് കൊണ്ട് കളഞ്ഞത്. അത്ര ഈസി അല്ല ഈ പിച്ചിൽ വന്നിട്ട് ബാറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ. റിക്കി പോണ്ടിങ് പറയുന്നത് ഒരു 350 റൺസ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ കളി ഇന്ത്യക്ക് ജയിക്കാൻ കഴിയും. നമുക്ക് 350 അല്ല 370+ സ്കോറുണ്ട്. സോ ഈ മത്സരം നമുക്ക് ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പിച്ചിൽ ഹൈയസ്റ്റ് സ്കോർ വന്നിട്ട് 261. അതൊരു പഴയ ചരിത്രമാണ്. പക്ഷേ പുതിയത് നോക്കുവാണെങ്കിൽ 2024 ശ്രീലങ്ക ഇവിടെ വന്നിട്ട് 214 റൺസ് ചേസ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ 214 റൺസാണ് ശ്രീലങ്ക ഇവിടെ വന്നിട്ട് ചേസ് ചെയ്തിട്ടുള്ളത്. സോ പിച്ച് ഇപ്പോഴും ഫാസ്റ്റ് ബോളർമാർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. മേ ബി നാളത്തെ ഒരു ഹാഫ് ഓവർ അല്പം കൂടെ ബാറ്റിങ്ങിന് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഹെവി റോളർ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നാളെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. ഈ മത്സരം എന്തായാലും 5ാമത്തെ ദിവസത്തിലോട്ട് പോകുന്നില്ല. ഈ മത്സരം എന്തായാലും ഒരു റിസൾട്ട് വരും. ഞാൻ വിചാരിക്കുന്നു 90% ഇന്ത്യ ഈ മത്സരം ജയിക്കും. 10% ചാൻസേ ഉള്ളൂ ഇവിടുന്ന് ഇംഗ്ലണ്ടിന് ജയിക്കാമെന്ന് വെച്ചാൽ. നമുക്ക് വേണ്ടത് അവർ ഓപ്പണർമാരുടെ വിക്കറ്റ് എടുക്കുമായിരുന്നു. ആ ഓപ്പണർമാരുടെ വിക്കറ്റ് എടുത്തു. ബാക്കി നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർക്ക് നാളെ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. ഇനി ഇംഗ്ലണ്ട് നോക്കുവാണെങ്കിൽ ഇവിടുന്ന് 324 റൺസ് വേണം. 8 വിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. സോ അവർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അവരെടുക്കട്ടെ. സോ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇവിടുന്ന് ജയിക്കാൻ കഴിയും. സോ ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ 2 ഹീറോകളാണ്. ഒന്ന് ആകാശ് ദീപും ഒന്ന് സുന്ദർ. ആകാശ് ദീപ് വന്ന് എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ച് ഇംഗ്ലണ്ടുകാരെ ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ ആകാശ് ദീപിന് കഴിഞ്ഞു. ആകാശ് ദീപ് എടുത്ത 66 റൺസ് ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ത്യ 300+ സ്കോർ കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. കാരണം പിച്ച് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് ഫാസ്റ്റ് ബോളർമാർക്ക്. സോ ആകാശ് ദീപ് വന്ന് ഒരു ഭയം കൂടാതെ ബാസ് ബോൾ ടൈപ്പ് കളിച്ചു. അവിടെ അടിച്ച് തന്നെ കളിച്ചു, സ്കോർ വന്നു. ജയ്സ്വാൾ വന്നു, അടിച്ച് കളിച്ചു, അവിടെ സ്കോർ വന്നു. സുന്ദർ വന്ന് അടിച്ച് കളിച്ചു, അവിടെ സ്കോർ വന്നു. അവിടെ ഡിഫൻസ് ചെയ്യാൻ പോയ കരുൺ നായർ റൺസ് വന്നില്ല. ശുഭൻ ഗില്ല് ഡിഫൻസ് ചെയ്യാൻ പോയി, റൺസ് വന്നില്ല. സോ ഇവിടെ ജയിക്കണമെങ്കിൽ ഒരേ ഒരു ചാൻസേ ഉള്ളൂ, അടിച്ച് കളിക്കുക. സുന്ദർ കളിച്ചതുപോലെ, ജയ്സ്വാൾ കളിച്ചതുപോലെ, ആകാശ് ദീപ് കളിച്ചതുപോലെ അടിച്ച് കളിച്ചാൽ ഇവിടെ സ്കോർ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഒരു റിസ്ക് ഉണ്ട്, അതുപോലെ വിക്കറ്റ് കൊണ്ട് കളയാനും കഴിയും. ആകാശ് ദീപ് വരുന്നു, സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ത്യയെ 300+ കടത്താൻ ആകാശ് ദീപിൻ്റെ ആ 66 റൺസ് സഹായിച്ചു. പിന്നെ സുന്ദർ എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇതുവരെ ടേലുമായിട്ട് ചേർന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടേ ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് നോക്കിക്കേ, രവീന്ദ്ര ജഡേജ ഔട്ടാവുന്നു, സുന്ദർ അടുത്ത ഓവറിൽ ഔട്ടാവുന്നു. എന്നാൽ
ഇന്ന് സുന്ദർ വന്നിട്ട് സുന്ദരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. 4 സിക്സ് അടിച്ചത്. കൃഷ്ണയെ അവിടെ നോക്കി നിർത്തിക്കൊണ്ട് എന്നാ സൂപ്പർ ഷോയാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ മേ ബി 350 കടക്കുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. 350 അല്ല 370 എത്തിക്കാൻ സുന്ദറിൻ്റെ ആ ഒരു ബാറ്റിങ്ങിന് കഴിഞ്ഞു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പിന്നെ ജയ്സ്വാൾ വന്നിട്ട് സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അല്പം താഴോട്ട് പോകുമായിരുന്നു ഗ്രാഫ്, അതിനെ ഉയർത്തിക്കൊണ്ട് മേലോട്ട് പോയി. ഇംഗ്ലണ്ടുകാർക്കെതിരെ താണ്ട് 6ാമത്തെ സെഞ്ചുറി എടുക്കുന്നത്. ഇംഗ്ലണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല. 66 റൺസിൻ്റെ ആവറേജാണ് ഇംഗ്ലണ്ടിനെതിരെ ഉള്ളത് ജയ്സ്വാളിന്. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 2-3 ചാൻസ് ഒക്കെ കൊടുത്തെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യാനായി ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് ആണ് ജയ്സ്വാൾ കളിച്ചത്. ജയ്സ്വാളിൻ്റെ ആ ഒരു സ്കോർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ എവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ജയ്സ്വാൾ. പിന്നെ രവീന്ദ്ര ജഡേജ പിന്നെ ഫൈറ്ററാണെന്ന് തെളിയിക്കുന്നത്. പിന്നെയും വന്നു ഹാഫ് സെഞ്ചുറി നേടുന്നു. എന്നാ സൂപ്പർ പാർട്ണർഷിപ്പ് അവിടെ കണ്ടെത്തിയത്. സുന്ദരമായിട്ട് ചേർന്നു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു രവീന്ദ്ര ജഡേജയും കൂടെ ചേർന്നു. ജുറേൽ വരുന്നു, അവിടെ നല്ലൊരു ക്യാമ്യൂ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. അവിടെ ഒരു പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു രവീന്ദ്ര ജഡേജയുമായിട്ട്. സോ നിങ്ങൾ ഇന്ന് നല്ലപോലെ പെർഫോമൻസ് ചെയ്തു. ബാറ്റിംഗ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഗില്ലാണെങ്കിൽ ക്യാപ്റ്റൻസിയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അധികം റണ്ണ് വിട്ട് കൊടുക്കുന്നില്ല. ഫീൽഡ് പൊസിഷനൊക്കെ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഗില്ലിന് കഴിഞ്ഞു. സോ നാളെ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയട്ടെ. ഈ സീരീസ് 2-2 ഉറപ്പിച്ചു. 90% ഇന്ത്യ ഇവിടുന്ന് ജയിക്കും. 10% ചാൻസ് ഞാൻ ഇംഗ്ലണ്ടിന് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഒരു കണ്ടീഷനിൽ പോയാണ് നമ്മൾ കളിക്കുന്നത്. നാളത്തെ ഒരു ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ ഒരു സണ്ണിയാണ്. ഓവർകാസ്റ്റ് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ കാണാനില്ല. പക്ഷേ ഇംഗ്ലണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എപ്പം വേണമെങ്കിലും ക്ലൈമറ്റ് മാറി വരാം. സോ എന്തുകൊണ്ട് ഇന്ത്യക്ക് നാളെ ഈ മത്സരം ജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്.